നോക്കിയേ, in the arithmetic sequence given below, first term and fourth term are missing. Find them. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടൈം ഫോർത്ത് ടൈം എന്താ മിസ്സിംഗ് ആണ്. അതായത് അപ്പൊ നമുക്ക് ഡി കണ്ടുപിടിച്ചാൽ മതി. ഡി ഈസ് ഈക്വൽ ടു എത്ര വരും? 16 മൈനസ് 10. 16 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര? 6. സോ 10 ന് 6 കുറച്ചാൽ മതി. എത്രയാ? 4. ആ 16ന്റെ കൂടെ 4 കൂട്ടിയാൽ മതി. അല്ല സോറി 6 കൂട്ടിയാൽ മതി. എത്രയാ? 22. ഈ ചോദ്യത്തിൽ the fifth term of an arithmetic sequence is 20. Fifth term എത്ര? 20. Fifth term is 20 and eighth term is 32. Eighth term is 32. Eighth term is 32. What is the common difference? Common difference നമുക്കറിയാം d is equal to x2 minus x1 അല്ലെങ്കിൽ term difference divided by position difference. നമുക്ക് അതോ term difference ചുമ്മാ x2 minus x1 divided by അല്ലെങ്കിൽ x2 minus x1 വേണ്ട അല്ലേ? term difference by position difference. term difference എത്രയാ? 32 minus 20 divided by 8 minus 5. 32 minus 20 എത്രയാ? 32 ന് 20 കുറച്ചാ 12. 8 ന് 5 കുറച്ചാ 3. 12 by 3 എത്രയാ? 4. കോമൺ ഡിഫറൻസ് കിട്ടി. 4 ആണ്. ആൻസർ എത്രയാ? 4. ഫൈൻഡ് ദി 11th ടേം. നമുക്കിവിടെ ഫസ്റ്റ് ടേം ഇല്ല. നമുക്കിവിടെ എന്തില്ല? ഫസ്റ്റ് ടേം ഇല്ല. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടൈം ഇല്ല. ഫസ്റ്റ് ടൈം ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 11ാം ടൈം കണ്ടുപിടിക്കാം. x 11 is equal to f plus n minus 1 into d. ഫസ്റ്റ് ടൈം നമുക്ക് ഏതായിട്ട് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എല്ലാം കണ്ടുപിടിക്കേണ്ട അതില്ലല്ലോ. അപ്പൊ നമുക്ക് f ന് പകരം വേണമെങ്കിൽ 20 ഉപയോഗിക്കാം. പ്ലസ് n എത്രയാ? 11. ഈ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചാലാണ് ഏത് ഉപയോഗിക്കേണ്ട? ഇവിടെ 1 ഉപയോഗിക്കേണ്ട. നമ്മൾ ഉപയോഗിച്ച ഏതാ? 20 ഉപയോഗിച്ചാൽ 1 ന് പകരം ഏത് ഉപയോഗിക്കണം? 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 4. സോ നമുക്ക് എത്ര കിട്ടും? 20 പ്ലസ് 11 ന് 5 കുറച്ചാൽ എത്രയാ? 6 ഇൻറ്റു 4. 6 4 24. സോ 20 പ്ലസ് 24. ഫസ്റ്റ് ടൈം എത്രയാന്ന് കിട്ടും? 44. 44. കോമൺ ഡിഫറൻസ് 4 അല്ലേ? അടുത്ത ചോദ്യം, 10th term of an arithmetic sequence is 20 and its 20th term is 10. ഈ ചോദ്യത്തിൽ 10th term എത്രയാണ്? 10th term 20 and its 20th term is 10. What is its common difference? Common difference d എത്രയായിരിക്കും? term difference by position difference. അപ്പോൾ 20 minus 10 divided by 10 minus 20. ആ ഓർഡറിൽ തന്നെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 20 minus 10 എത്രയാ? 10 divided by 10 minus 20 എത്രയാ? minus 10 minus 1 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടും? -1 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് ഈസ് -1. നമ്മളോട് അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് 30th ടേം? 30ാം പദം എന്താണ്? നമുക്ക് നേരത്തെ തൊട്ട് മുമ്പ് ഇതുപോലെ തന്നെ x30 is equal to f plus n minus 1 into d. ഫസ്റ്റ് ടൈം ഏതാണെന്ന് നമുക്കറിയാം. സോറി, ഫസ്റ്റ് ടൈം തന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതല്ല. 30ാമത്തെ പദമാണ്. ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടില്ല. നമുക്കപ്പോൾ 20 ആയിട്ട് ഉപയോഗിക്കാം. f 20 ആയിട്ട് ഉപയോഗിച്ചാൽ 1 ന് പകരം ഏത് ഉപയോഗിക്കണം? 10 ഉപയോഗിക്കണം. കണ്ടുപിടിക്കേണ്ട ടൈം എത്രയാ? 30. കോമൺ ഡിഫറൻസ് -1. 20 ഇൻറ്റു 30 ന് 10 കുറച്ചാൽ എത്രയാ? 20 ഇൻറ്റു -1. അതായത് ഇവിടെ പ്ലസ് അല്ലേ ഉള്ളത്. അപ്പൊ 20 പ്ലസ് 20 ഇൻറ്റു -1 -20. 20 -20 ചെയ്യുമ്പോൾ എത്ര വരും? 0. ഇനി which is the first negative term of the sequence? നമുക്കറിയാം ഇത് ഉറപ്പായിട്ട് കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലായി? കോമൺ ഡിഫറൻസ് -1 ആയതുകൊണ്ട് ഇത് കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് -1 കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ്. നോക്കിയാൽ 30ാമത്തെ പദം 0. അപ്പൊ കുറഞ്ഞു വരുന്നതല്ലേ? അപ്പൊ 31ാമത്തെ പദം ഉറപ്പായിട്ടും എന്തായിരിക്കും? മൈനസ് നമ്പേഴ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ 20ാമത്തെ പദം 10, അത് കഴിഞ്ഞ് 21ാമത്തെ പദം കോമൺ ഡിഫറൻസ് -1 അല്ലേ? അതുകൊണ്ട് 21ാമത്തെ പദം കുറഞ്ഞു വരണം 9. അത് കഴിഞ്ഞ് 8, 7 അങ്ങനെ കുറഞ്ഞു 30ാമത്തെ പദം ഏതായി? 0. ഇനി 31ാമത്തെ പദം ഏതായിരിക്കും? -1. കാരണം കോമൺ ഡിഫറൻസ് -1 അല്ലേ? കുറഞ്ഞു വരുന്ന ശ്രേണിയുമാണ്. 0 കഴിഞ്ഞ് കോമൺ ഡിഫറൻസ് -1 ആണ്.
അപ്പോൾ 31ാമത്തെ പദം 31st ടേം ആയിരിക്കും എന്ത് ആദ്യത്തെ നെഗറ്റീവ് നമ്പർ. ആദ്യത്തെ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ഏതായിരിക്കും 31ാമത്തെ. നോക്കി അടുത്തത് മോഡൽ 2021 ചോദിച്ചിട്ടുള്ള 10th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 20. ഇത് നമ്മളിപ്പോ ചെയ്ത പോലത്തെ തന്നെ ആ സെയിം ക്വസ്റ്റ്യൻ ആണ്. 22 2 പ്രാവശ്യം എടുത്തോ. അടുത്ത നോക്കി അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2023 ചോദിച്ചതാണ്. 7, 13, 19 ഇങ്ങനെ കാണുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡി തന്നെയാണ്. 13 7 കുറച്ചാൽ മതി. 13 7 കുറച്ചാൽ എത്രയാ? 13 അതായത് 7 8 9 10 11 12 13 കറക്റ്റ് എത്രയാണ്? 6. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? 6. ഫൈൻഡ് ദ 11th ടേം. x11 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. x11 എന്ന് പറഞ്ഞാൽ f plus n minus 1 into d. f നമുക്ക് ഏതായിട്ട് ഉപയോഗിക്കാം? ഇവിടെ തന്നിട്ടുണ്ട്. f ഏതാണ്? 7 ഫസ്റ്റ് ടേം പ്ലസ് n 11 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 6. സോ 7 പ്ലസ് 10 ഇൻറ്റു 6 ഈക്വൽ ടു 7 പ്ലസ് 60. 67 ആണ് നമ്മുടെ ഏത് 11ാമത്തെ പദം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം 7 n 11 മൈനസ് 1 ഇൻറ്റു d എത്ര? 6. സോ 7 പ്ലസ് 10 ഇൻറ്റു 6 60. 60 7 67. ഇതാണ് ഏത് നമ്മുടെ 20th ടേം. നോക്കിയേ, അപ്പോൾ d ഈസ് ഈക്വൽ ടു 13 എന്ത് കുറച്ചാൽ 7 കുറച്ചാൽ മതി. അപ്പോൾ 6 കിട്ടും. ഫസ്റ്റ് ടൈം ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന 11ാം പദം. 11ാമത്തെ പദം കണ്ടുപിടിക്കാൻ f ഫസ്റ്റ് ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം 7 പ്ലസ് n എന്ന് പറയുന്നത് 11. അതെന്തുകൊണ്ടാ? കണ്ടുപിടിക്കേണ്ട പദം 11 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 6. 11 മൈനസ് 1 10. 10 ഇൻറ്റു 6 60. 60 7 67. അടുത്ത ചോദ്യം വരുന്നത് 6th terms of an arithmetic sequence is 46. 6th term 46 ആണ്. 6th term 46. Its common difference is 8. What is the 16th term എന്നാ ചോദ്യം. S16 is equal to f plus n minus 1 into d. f എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പദമായിട്ട് യൂസ് ചെയ്യാം. 46. n എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട പദം 16 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 8. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, ഇത് ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിച്ചെങ്കിലാണ് നമ്മളിവിടെ 1 ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചത് 46 ആണ്. അതിന്റെ സ്ഥാനം 6. സോ ഇവിടെ എത്ര വരും? 6. ഇവിടെ ഫസ്റ്റ് ടൈം തന്നെയാണ് ഉപയോഗിച്ചെങ്കിലാണ് 1. നമ്മൾ ഈ ഫസ്റ്റ് ടൈമിന് പകരം ഉപയോഗിച്ചത് 46. സോ 46 ഉപയോഗിച്ചാൽ 1 പകരം 6 ഇടണം. സോ 46 പ്ലസ് 16 4 കുറച്ചാൽ 10 ഇൻറ്റു 8. സോ ആൻസർ വിൽ ബി 10 ഇൻറ്റു 8. 46 പ്ലസ് 80. 46 80 126 എന്ന് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞുതരാൻ നോക്കിയാൽ വാട്ട് ഈസ് ദ 16th ടേം എന്നാണ് ചോദ്യം. 16th ടേം കണ്ടുപിടിക്കാൻ വേണ്ടി അവര് നമുക്ക് കോമൺ ഡിഫറൻസും 8 ആണ് തന്നിട്ടുണ്ട്. 6th ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 46. 16th ടേം കണ്ടുപിടിക്കാൻ f plus n minus 1 into d. f എത്രയാ? 46. ഫസ്റ്റ് ടേം തന്നിട്ടില്ല, നമ്മൾ f 46 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 1 ന് പകരം എന്തിട്ട് കൊടുത്താൽ മതി? 6. n എന്താ? 16. 16 മൈനസ് 6 എന്ന് പറയുന്നത് 10. 10 ഇൻറ്റു 8 80. ഇവിടെ 46 ഉണ്ട്. 46 80 എത്രയാ? 126. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 21ാമത്തെ പദം കണ്ടുപിടിക്കാനാണ്. 21 അത് x21. x21 കണ്ടുപിടിക്കണമെങ്കിൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. f തന്നിട്ടില്ല, പക്ഷേ 6ാം പദം 46 ആണ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ f 46 ആയിട്ട് ഉപയോഗിക്കാം. 46 പ്ലസ് n എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സ്ഥാനം 21. ഫസ്റ്റ് ടൈം ഉപയോഗിച്ചാലാണ് 1. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ല, 46 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പകരം എന്ത് ഉപയോഗിക്കണം? 6 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 8. സോ 46 പ്ലസ് 21 6 കുറഞ്ഞാൽ 15. 15 ഇൻറ്റു 8. അപ്പോൾ 46 പ്ലസ് 15 എന്ന് പറയുന്നത് 15 ഇൻറ്റു 10 150 ആണെങ്കിൽ ഒരു 30 കുറച്ചാൽ മതി. 8. അപ്പൊ 120. 120 46 എത്രയാണ്? 166. 166 ആണ് 21ാം പദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 1 11 21 etc. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? 1 11 നമുക്കറിയാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 മൈനസ് 1 ആയിരിക്കും. എത്രയായിരിക്കും? 10. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ് ചോദ്യം. x10 is equal to f plus n minus 1 into d. f plus n minus 1 into d.
എഫ് ഏതാണ്? ഫസ്റ്റ് ടൈം നമുക്ക് തന്നിട്ടില്ല, ഉണ്ട്. ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് 1 പ്ലസ് കണ്ടുപിടിക്കേണ്ട ടൈം എത്രയാ? 10 മൈനസ് 1. കാരണം 1 ഉപയോഗിക്കാൻ കാരണം ഒന്നാം പദം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്, അതുകൊണ്ട് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10. സോ 1 പ്ലസ് 10 എന്ന് കുറച്ചാൽ 9 ഇൻറ്റു 10. സോ 90 പ്ലസ് 1. 90 പ്ലസ് 1 എത്രയായിരിക്കും? 91. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 1 11 11 ൽ നിന്ന് കുറയ്ക്കുക എത്രയായിരിക്കും? 10. 11 ൽ നിന്ന് കുറച്ചാൽ 10. സോ കോമൺ ഡിഫറൻസ് വിൽ ബി 10. അത് കഴിഞ്ഞിട്ട് x 10 എന്ന് പറയുന്നത് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആയിരിക്കും. n 10 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 10. സോ 1 പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി കോമൺ ഡിഫറൻസ് എത്രയാ? 10. 10 മൈനസ് 1 9. 9 ഇൻറ്റു 10 90. 90 1 91. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അത് മാർച്ച് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 8 13 etc. is an arithmetic sequence. What is the common difference? Simple ആണ്. d is equal to 8 minus 3 എത്രയാണ്? 5. 8 minus 3 5. What is the 11th term? 11th term കണ്ടുപിടിക്കാൻ x11 is equal to f എത്രയാ? f plus n minus 1 into d. f എത്രയാ? 3 plus n എത്രയാ? n എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ളത് 11 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? 5. 3 പ്ലസ് 11 ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 10 ഇൻറ്റു 5. 10 ഇൻറ്റു 5 50. 50 3 53 ആണ് ആൻസർ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കി ഇത് തന്നെ റിപ്പീറ്റ് അടിച്ച് നമ്മളിപ്പോൾ കുറേ എണ്ണം ചെയ്തു. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ 11th ടേം കണ്ടുപിടിക്കുക, 10th ടേം കണ്ടുപിടിക്കുക. ഇങ്ങനെ ഈ ഫസ്റ്റ് 3 ടേംസ് ഒക്കെ തന്നിട്ട് അല്ലെങ്കിൽ തരുന്നത് 2 വീതം പൊസിഷനും 2 വീതം ടേമും, അതായത് ആ ഒരു പർട്ടിക്കുലർ ടേമും അതിന്റെ പൊസിഷനും ആ പർട്ടിക്കുലർ ടേം വേറൊരു പൊസിഷനും, അങ്ങനെ ടേമും പൊസിഷനും തന്നിട്ട് നമുക്ക് d is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തു. ഇനി അടുത്ത കൺസിഡർ അരിത്തമെറ്റിക് സീക്വൻസ് 13 23 33 എക്സെട്ര. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? നോക്കിയാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. 13 23. സോ d is equal to 23 മൈനസ് 13 എത്രയായിരിക്കും? 10. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഇതിന്റെ അകത്തെ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയായിരിക്കും? അത് വേണമെങ്കിൽ നമുക്ക് ലോജിക്കലി ചിന്തിക്കാം. ചെറിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് ലോജിക്കലി ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. 13 23 33 13 23 33 43 53 53 63 73 83 93 103. നോക്കിയാൽ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ 103 ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്? 103. ഇത് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, സിക്സ്ത് ടൈം, സെവൻത് ടൈം, എയ്ത്ത് ടൈം, നയൻത് ടൈം, 10th ടൈം. സോ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാ? 10th ടൈം. 3 ഡിജിറ്റ് ഏതാ? 10th ടൈം. അത് അല്ലാതെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല അറിയാം. n = xn - x1/d + 1. അതായത് നമുക്ക് ഏതാണ് ഇതിന്റെ അകത്തെ 3 ഡിജിറ്റ് നമ്പർ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 13 23 33 പോയി, അങ്ങനെ പോയി അവസാനം ഏതിലേ ഉള്ളൂ? ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ വന്നിട്ട് ഇരിക്കത്തുള്ളൂ 103. സോ xn എത്ര ഇട്ട് കൊടുക്കണം? 103. x1 എത്രയാ? ഫസ്റ്റ് ടൈം 13 ബൈ കോമൺ ഡിഫറൻസ് എത്രയാ? 10 പ്ലസ് 1. 103 ൽ നിന്ന് 13 കുറച്ചാൽ എത്രയാ? 103 ൽ നിന്ന് 3 കുറച്ചാൽ 100, 10 കുറച്ചാൽ 90 ആണ്. 90 ബൈ 10 പ്ലസ് 1 9 പ്ലസ് 1 എത്രയാണ്? 10. അങ്ങനെ ലോജിക് അല്ലാതെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. n എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്. അതായത് ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 103 ആണ്. x1 എന്ന് പറയുന്നത് x1 13 ആണ്. 103 ൽ നിന്ന് 13 കുറച്ചാൽ 90/10, 90/10 9 ആണ്. 9 10. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് ദ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100 107 114/7? വളരെ സിമ്പിൾ ആണ്. 100 ഡിവൈഡഡ് ബൈ 7. 7നെ കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് റിമൈൻഡർ എന്നാണ് ചോദ്യം. 100/7 ഒരു 7 7. 10 ന് 7 കുറച്ചാൽ 3 30. 7 4 4 7 28. ശിഷ്ടം 2. റിമൈൻഡർ 2. അതായത് ഈ സീക്വൻസിൽ എല്ലാത്തിനെയും നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്? റിമൈൻഡർ 2 വരുന്നുണ്ട്. ഇനി അപ്പോൾ നമ്മൾ ആ റിമൈൻഡർ കണ്ടുപിടിച്ചു. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 2.
അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദി സീക്വൻസ് ഓഫ് ഓൾ ദി 3 ഡിജിറ്റ് നമ്പേഴ്സ് which leaves a remainder 3 on division by 7. നമുക്ക് വേണ്ടത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, മൂന്നക്ക സംഖ്യകളാണ് വേണ്ടത്. which leaves remainder 3 ആണ്, 3 on division by 7. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ശിഷ്ടം, സോറി 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്ത് വരണം, 3 വരുന്ന മൂന്നക്ക സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര റിമൈൻഡർ വന്നത്, 2. അതുപോലെ നമ്മൾ 101നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 107നെ 7 കൊണ്ട് ഹരിച്ചു നോക്കുമ്പോൾ 101ല് അപ്പൊ 10ല് 7 എത്ര പ്രാവശ്യം, 1 7 7 ശിഷ്ടം 3. 10ന് 7 കുറച്ച് എത്രയാ, 3 31 4 പ്രാവശ്യമാണ് ഉള്ളത്. 7 4 28 ശിഷ്ടം എത്രയാ, 3. സോ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ എന്ത്, ആ 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് കിട്ടി, 101. 101 ആണെങ്കിൽ അടുത്തത് ചെയ്തെന്ന് നോക്കണ്ട, നമുക്ക് ഉറപ്പാണ് ഏതാ, 108 എക്സെട്ര അപ് ടു വിച്ച് ഈസ് ദ ലാസ്റ്റ് ടൈം ഓഫ് ദ സീക്വൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം എന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 999. അതിനെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7 7 ശിഷ്ടം 2, 29ല് 4, 28 ശിഷ്ടം 1, 19ല് എത്രയാണ്, 2 പ്രാവശ്യം 14 ശിഷ്ടം എത്ര വരുന്ന, 5. വരേണ്ടത് 3 അല്ലേ, അപ്പൊ 999 ഹരിച്ചപ്പോ നമുക്ക് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ 998 ഹരിച്ചു നോക്കാം. 998നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7 7, 9ന് 7 കുറച്ചാൽ 2, 29ല് 4 പ്രാവശ്യം 4 7 28, 9ന് 8 പോയാൽ 1, 18ൽ എത്രയാണ്, 2 പ്രാവശ്യം അപ്പോൾ 14 ശിഷ്ടം 4, 5ആയി 4ആയി. ഇനി ചെയ്തു നോക്കണം, വേണ്ട, 997 ആയിരിക്കും അവസാനത്തെ അക്കം. ആ അക്കത്തിൽ റിമൈൻഡർ എന്തായിരിക്കും, 3 ആയിരിക്കും. ആ അക്കത്തിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര ആയിരിക്കും, 3. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് which leaves remainder 3 on division by 7. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന മൂന്നക്ക സംഖ്യകളുടെ ശ്രേണി നമ്മൾ കണ്ടെത്തി. 101, 108, 997. ഇനി ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ അകത്ത് എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ എത്ര അക്കങ്ങൾ ഇതിന്റെ അകത്ത്, ഈ ശ്രേണിയിൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ n = xn - x1 d + 1 എന്നാണ് ചെയ്യേണ്ടത്. xn എന്ന് പറഞ്ഞാൽ 997 - 101 d. കോമൺ ഡിഫറൻസ് എത്രയാ, കോമൺ ഡിഫറൻസ് ഇവിടെ ഏതാണ്, 107ഉം 101ഉം 108ഉം 7. അത് ഇൻപുട്ട് ചോദ്യത്തിൽ ഏതുകൊണ്ടാണോ ഹരിക്കുന്നത് അതാണ് കോമൺ ഡിഫറൻസ്. പ്ലസ് 1. 997ൽ നിന്ന് 1 പോയാൽ 996, 996ൽ നിന്ന് 100 പോയാൽ 896/7 പ്ലസ് 1. അത്ര അക്കങ്ങളുണ്ട്. നോക്കാം നമുക്ക് എത്രയാണ്, 896 ഡിവൈഡഡ് ബൈ 7. 1 7 7 ശിഷ്ടം 1, 19ല് 2 7 14 ശിഷ്ടം 5, 56ൽ എത്ര പ്രാവശ്യം ഉണ്ട്, 6 7 ആണ്, സോറി എത്രയുണ്ട്, 8 7 7 49, അപ്പൊ 8 7 56. അപ്പൊ 128 പ്ലസ് 1 എത്രയാ, 129 അക്കങ്ങളാണ് ഉള്ളത്. 129 അക്കങ്ങൾ. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാം. ഇത് മുതൽ ഇതുവരെയുള്ള സം എത്രയാണ് നമുക്ക് n കണ്ടുപിടിച്ചു. n എത്രയാ, 129. ഇനി സം വേണമെങ്കിൽ വരാം. സമ്മിന്റെ ഫോർമുല നമുക്കറിയാം, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടുണ്ടെങ്കിൽ n/2 × x1 + xn. n എത്രയാണ് കിട്ടിയത്, 129/2 ഇൻറ്റു x1 100 എത്രയാണ് നമുക്ക് കിട്ടിയത്, 101 പ്ലസ് 997. 997ഉം 1ഉം 998. 998ഉം 100ഉം ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫൈനൽ സം കിട്ടും. ഈ സം എന്താണ്, ആദ്യം ഇവര് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് മൂന്നക്ക സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരണം, 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ. അത് ഏതൊക്കെയാണ്, 101, 108 എക്സെട്ര അപ് ടു 997 ആണ് നമുക്ക് കിട്ടിയ ആ ശ്രേണി. ആ ശ്രേണിയിൽ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ n = xn - x1 d + 1 ആയിരിക്കും. എത്ര അക്കങ്ങളാണുള്ളത്, 129 അക്കങ്ങളാണുള്ളത്. 129 എടുക്കുമ്പോൾ 129 ഡിവൈഡഡ് ബൈ
2 അതായത് n/2 into x1 plus xn. x1 എന്ന് പറയുന്നത് 101, xn എന്ന് പറയുന്നത് 997. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സം ഓഫ് ദ ഫുൾ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത മാർച്ച് 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, റൈറ്റ് ദ സിക്സ്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. 1 2 3 4 5 ആറാമത്തെ ഏതാണ് വെച്ചിരിക്കുന്നത്? 1 കഴിഞ്ഞ് 24 കൂട്ടുമ്പോഴാണ് 25. 25 കഴിഞ്ഞ് 24 കൂട്ടുമ്പോൾ 49. 49 കഴിഞ്ഞ് 24 കൂട്ടുമ്പോൾ 73. 73 കഴിഞ്ഞ് 24 കൂട്ടുമ്പോൾ 97. 97 കഴിഞ്ഞിട്ട് കോമൺ ഡിഫറൻസ് ആയ 24 കൂട്ടുമ്പോൾ 11 9 10 121 എന്ന് കിട്ടും. 121. How many perfect square terms are there in the arithmetic sequence 97, 73, 49, etc.? 97, 73 അങ്ങനെ കുറഞ്ഞു വരുന്ന 97 തിരിച്ചെഴുതാനാണ് അവർ പറയുന്നത്. 97, 73, 49, 25, 1. അത് കഴിഞ്ഞിട്ട് എല്ലാം മൈനസ് ടേംസ് ആണ്. മൈനസ് ടേംസ് ആണ്. നമുക്കറിയാം മൈനസ് ടേംസ് ഒരിക്കലും പെർഫെക്റ്റ് സ്കോർ ആയിട്ട് വരാറില്ല. പെർഫെക്റ്റ് സ്കോർസ് ഏതൊക്കെയാണ്? 49 ആരുടെ സ്ക്വയർ? 7 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാ? 25. 1 സ്ക്വയർ എത്രയാ? 1. സോ എത്ര ടൈംസ് ഉണ്ട്? 1 2 3. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ് ഉള്ളത്? 49 25 1. 49 25 1. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് x - 1 x plus 1? കോമൺ ഡിഫറൻസ് കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കോ, ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം x - 1 ആണ്, സെക്കൻഡ് ടേം x ആണ്, തേർഡ് ടേം x plus 1 ആണ്. നമുക്ക് തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ കണ്ടിട്ട് എളുപ്പമായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഏതാണ്? തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. തേർഡ് ടേം x plus 1 മൈനസ് x. എക്സും എക്സും വെട്ടിപ്പോകും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അതായത് x plus 1 ൽ നിന്ന് x കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്. അതായത് തൊട്ട് മുമ്പത്തുള്ള അക്കത്തിൽ നിന്ന് ഇതിന്റെ തൊട്ട് ശേഷമുള്ള അക്കമാണ്, x-ന്റെ തൊട്ട് ശേഷമുള്ള അക്കമാണ് x plus 1. ആ x plus 1 ൽ നിന്ന് തൊട്ട് മുമ്പുള്ള അക്കം x കുറച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ്. അല്ലെങ്കിലോ x ൽ നിന്ന് x - 1 കുറയ്ക്കണം. x - 1 x ഇത് മൈനസ് എക്സ് ആവും, ഇതെന്താവും? പ്ലസ് 1 ആവും. എക്സും എക്സും വെട്ടിപ്പോയി, ആൻസർ ഈസ് 1. എക്സും എക്സും വെട്ടിപ്പോകുമ്പോൾ ആൻസർ ഈസ് 1. സോ ഇഫ് x - 1 ഈസ് ആൻ ഈവൻ നമ്പർ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ? x - 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എന്നാണ് തന്നിരിക്കുന്നത്. x - 1 ഈവൻ നമ്പർ, അവിടെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് ലോജിക് അപ്ലൈ ചെയ്യേണ്ടത്? x - 1 ഒരു ഈവൻ നമ്പർ പറഞ്ഞു. x - 1 എന്ത് പറഞ്ഞാൽ? ഒരു ഈവൻ നമ്പർ. നമുക്കത് ലോജിക് അപ്ലൈ ചെയ്യാം. x - 1 ഒരു ഈവൻ നമ്പറാണ്. ലെറ്റ് ഇറ്റ് ബി 12. x - 1 എന്താണെങ്കിൽ 12 ആയിക്കോട്ടെ, നമുക്ക് ഏത് എടുക്കാം അവിടെ. x - 1 12 ആണെങ്കിൽ x എത്രയായിരിക്കും? 12 പ്ലസ് 1 എത്രയാ? 13. അതായത് x 13 ആണെങ്കിൽ ഞാനൊരു വെറുതെ ലോജിക്കൽ ആപ്ലിക്കേഷൻ, അതായത് ചുമ്മാ ഞാനൊരു നമ്പർ ഇട്ട് കൊടുത്തു. ഏതാണ്? x - 1 ഒരു ഈവൻ നമ്പർ ആണെന്നാണ് അവർ പറയുന്നത്. x - 1 ഈവൻ, ഇത് ടോട്ടൽ ഈവൻ നമ്പർ 12 ആണെന്ന് വെച്ചാൽ ഇത് എത്ര ആയിരിക്കണം? 13 ൽ 1 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടത്തുള്ളൂ? 12 കിട്ടത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ടോട്ടൽ സംഖ്യ ഈവൻ 12 ആണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഇതിന്റെ 1 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 12 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 13. അടുത്തത് ഇത് എത്രയായിരിക്കും? 14. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x - 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ which is the next ഈവൻ നമ്പർ? നെക്സ്റ്റ് ഈവൻ നമ്പർ ഏതായിരിക്കും? x plus 1 ആയിരിക്കും. എന്ത്? അടുത്ത ഈവൻ നമ്പർ. കാരണം നമ്മൾ ഇതിന് 12 എന്ന് കൊടുത്തു. ഇത് 12 ആണെങ്കിൽ അടുത്ത ആൾ ഏതായിരിക്കും? 13. അടുത്ത ഏതായിരിക്കും? x plus 1 അതായിരിക്കും 14. അടുത്ത ഏതാ? 15. 15ഓട് അടുത്ത 16 ഈവൻ. അതായത് 12 കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞിട്ടേ എന്ത് വരത്തുള്ളൂ? അടുത്ത ഈവൻ നമ്പർ വരത്തുള്ളൂ. സോ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ? x - 1 ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ x plus 1. അടുത്ത, prove that the product of two consecutive even numbers added to 1 gives a perfect square. prove that question ആണ്. നമുക്കറിയാം prove that question നമ്മൾ എന്നും ഉപയോഗിക്കേണ്ട ഇക്വേഷൻ xn nth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? nth ടേം. nth ടേം is equal to f plus n minus 1 into d. അല്ലെങ്കിൽ ചില കുട്ടികൾ ഏതായിരിക്കും പഠിച്ചിരിക്കുന്നത്? an plus b. അവിടെ a എന്ന് പറയുന്നത് d യും b എന്ന് പറയുന്നത് എന്തോ ആയിരിക്കും? f minus d യും ആയിരിക്കും.
അങ്ങനെയും ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനിൽ ഇട്ടാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമോ കോമൺ ഡിഫറൻസോ ഒന്നുമില്ല. നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എല്ലാം തന്നിട്ടാണ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ട് ആദ്യമേ അതിന്റെ എന്ത് തന്നിട്ടുണ്ട്, ഒൾജിബ്രായിക് ആയിട്ടുള്ള അതിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ ടേംസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം added to 1 gives a perfect square എന്നും അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ. നമുക്കിപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? 12ഉം 14ഉം. അതായത് നമ്മൾ ലോജിക്കലി എടുത്തതാണ്. ഒറിജിനലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് x-1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ ഏതാ? x+1. അപ്പൊ നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഈവൻ നമ്പറുടെ പ്രൊഡക്റ്റിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഒന്നാണ് കൂട്ടുന്നതെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യുക. നോക്കിക്കോ, ഒന്നാമത്തെ ഈവൻ നമ്പർ എത്രയാ? x-1. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ഈവൻ നമ്പർ എത്രയാ? x+1. അതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ? ഒന്ന് കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഇൻറ്റു ആണ്, പ്രൊഡക്റ്റിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ x into x x square, x into 1 1x, minus 1 into x minus 1x, minus 1 into 1 minus 1. ഇവിടെ ഒരു +1. ദാ ഈ -1 ഉം +1 ഉം വെട്ടിപ്പോവും, 1x ഉം -1x ഉം വെട്ടിപ്പോവും. കണ്ടോ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് വന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. എന്താണ്? ഒരു ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ? ഒന്ന് കൂട്ടിയാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടുന്നത്. എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതിന്റെ സ്ക്വയർ ആണ്? x എന്ന് പറയുന്നതിന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്പേഴ്സ് തരാതെ അൾജിബ്ര രീതിയിൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 8, 14, 20 എക്സെട്ര. 8, 14, 20 എക്സെട്ര. 8ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ്? 6 കൂട്ടിയാലാണ്. 14, 14ന്റെ കൂടെ 6 കൂട്ടിയാലാണ് 20, 20ന്റെ കൂടെ 6 കൂട്ടിയാൽ എത്രയാ? 26. ഈസ് 25 a term of the sequence. 25 ഈ ടേമിൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് xn is equal to അല്ലെങ്കിൽ n equal to, അതായത് 25 എന്ന് പറയുന്ന ആ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാ? n equal to xn minus x1 by d d+1. d+1 ആ +1 ചെയ്തില്ലെങ്കിൽ കുട്ടികളെ ഇവിടെ ചെക്ക് ചെയ്യാനുള്ളൂ തന്നിട്ടുള്ളൂ. ഇപ്പൊ 25 ഇതിലെ ഒരു പദമാണ്. അതിന്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാലാണ് എന്ത്? n equal to xn minus x1 by d+1. നോക്കാം, ചെക്ക് ചെയ്ത് xn ഏതായിട്ട് കൊടുക്കുക? 25 മൈനസ് x1 എത്രയായിട്ട് കൊടുക്കുക? 8. കോമൺ ഡിഫറൻസ് എത്രയാ? 6. 25 ന്ന് 8 കുറച്ചാൽ എത്രയാ? 17. 17/6 പെർഫെക്റ്റ്ലി ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് 25 അതിലെ ഒരു ടേം അല്ല. അത് 25 അതിലെ ഒരു ടേം അല്ല. അടുത്തത് ചെക്ക് ഇഫ് 144 is a term of the sequence. അടുത്ത 144 ഒരു ടേം ആണോ അത് നോക്കാൻ വേണ്ടി 144 മൈനസ് ഫസ്റ്റ് ടേം എത്രയാ? 8/6. 144ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാ? 136 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 6. 136 പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് 144 ഒരു ടേം ആണ്. 136 2 6 12 ശിഷ്ടം 1 16. 16ൽ 6 ഉണ്ടോ? പെർഫെക്റ്റ്ലി ഇല്ല. എത്ര വരും? 2 6 12 12ൽ 4 ശിഷ്ടം വരും. സോ 136 വരുന്നത് കൊണ്ട് തന്നെ അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 144 അതിന് എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ. സോറി, 144 എന്തല്ല? അതൊരു ടേം അല്ല. ഇനി അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് there are no perfect square in the sequence. ഇതിലൊരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് നമുക്ക് തെളിയിക്കുക. അതിനുവേണ്ടി പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം അതിൽ എടുക്കേണ്ടത് xn ആണ്. അത് f+n-1d ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ an+b ഉപയോഗിക്കാം. നമുക്ക് an+b ഉപയോഗിക്കാം. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, അത് എത്രയാണ്? 6. b എന്ന് പറഞ്ഞാൽ f-d ആണ്. ഫസ്റ്റ് ടൈം എത്രയാ? ഫസ്റ്റ് ടൈം 8. കോമൺ ഡിഫറൻസ് എത്രയാ? 6 2. സോ an+b എത്രയായിരിക്കും? an+b
6n plus 2. 6n plus 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് prove that there are no perfect square in this sequence. ഇതിന്റെ അകത്ത് ഒരെണ്ണത്തിലും എന്തില്ല perfect squares ഇല്ല എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത്. അത് അതിന്റെ നമുക്ക് 6n plus 2 എന്നാണ് കിട്ടിയത്. 6n plus 2. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്തു നോക്കാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ, അതായത് നമ്മുടെ ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 6n plus 2 ആണ് അതിന്റെ എന്ത് കിട്ടിയത്, ആൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ 6n എന്ന് പറഞ്ഞാൽ r ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 കൂട്ടുന്നതാണ് ഈ ഒരു സീക്വൻസ് എന്ന്. r ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ നോക്കിയേ, 6 × 1 എത്രയാ 6, 6 ന്റെ കൂടെ 2 കൂട്ടിയാ 8, 6 × 2 എത്രയാ 12, 12 ന്റെ കൂടെ 2 കൂട്ടിയാ 14, 6 ന്റെ 3 എത്രയാ 6 × 3 18, 18 ന്റെ കൂടെ 2 കൂട്ടിയാ 20. സോ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 6 ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ എത്ര കൂട്ടുന്നതാ, 6 ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂട്ടി കൂട്ടി പോകുന്നതാണ്. നമുക്കറിയാം. ഇനി നമുക്ക് കുറച്ച് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എഴുതി നോക്കാം. 1 അതുപോലെ തന്നെ 5 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അല്ല, 1 കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് ഏതാ, 2 ന്റെ 4, അടുത്ത 9 16 25 എക്സെട്ര എന്നുള്ളതാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ അകത്ത് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം 1 1നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്, ഇവിടെ 0 0 1. ഇതിന്റെ അകത്ത് 6 കൊണ്ട് ഹരിച്ചാൽ 0 0, ഇവിടെ 4 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അടുത്ത 9 9നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഒരു 6 6 ശിഷ്ടം 3 1 4 3. ഇനി അടുത്തത് 16നെ 6 കൊണ്ട് ഹരിച്ചാൽ 2 6 12 ശിഷ്ടം 4. അപ്പോ 25നെ 6 കൊണ്ട് ഹരിച്ചാൽ 25 6 4 24 ശിഷ്ടം 1. ഇനി അടുത്ത 36നെ ഹരിച്ചാൽ 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 6 36 ശിഷ്ടം 0. 49നെ ഹരിച്ചാൽ 8 6 48 ശിഷ്ടം 1. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് വരില്ല, 2 വരില്ല. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ എന്ത് ചെയ്താൽ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നില്ല, ഇവിടെ ഒന്നും റിമൈൻഡർ എന്ത് വന്നിട്ടില്ല, 2 വന്നിട്ടില്ല. പക്ഷേ ഈ ശ്രേണിയിൽ 6ന്റെ മൾട്ടിപ്പിൾസ്, അതായത് ഈ ഒരു ശ്രേണിയിലുള്ള നമ്പേഴ്സിനെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്താ വരുന്നത്, 2 വരുന്നത്. നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് 6 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും എന്ത് വരില്ല, ശിഷ്ടം 2 വരില്ല. നമുക്ക് അക്കോർഡിംഗ് ടു ദ എന്ത് ടേം നമുക്ക് കിട്ടിയ 6n plus 2 ആ. 6n plus 2 മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6ന്റെ മൾട്ടിപ്പിൾസിന്റെ കൂടെ എന്ത് കൂട്ടുന്ന, 2 കൂട്ടുന്നതാണ്. അതായത് ഇതിനെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാ വരുന്നത്, 2 ആണ് വരുന്നത്. ഇതിനെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന ടേംസ് ആണ് ഇതിന്റെ അകത്ത് ഉള്ളത്. നമുക്ക് കിട്ടിയതോ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 6 കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും 2 ശിഷ്ടം വരുന്നതായിട്ട് കിട്ടിയില്ല. എല്ലാം ഇങ്ങനെ പോകും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഏതൊക്കെയാണ് വന്നത്, 1 4 3 0. ഇത്രയാണ് നമുക്ക് എന്ത് വന്നത്, റിമൈൻഡേഴ്സ് 2 വന്നിട്ടില്ല. സോ നമുക്ക് പറയാം ഏതാണ്, സ്ക്വയേഴ്സുകളിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ത് വരുന്നില്ല, 2 വരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സീക്വൻസിന് എന്തില്ല, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല. ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സീക്വൻസ് ആണ് ഇത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് അങ്ങനെ വരുന്നില്ല. സോ ഒരു പെർഫെക്റ്റ് സ്ക്വയർ പോലും എന്തില്ല, ഈ ഒരു ശ്രേണിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 84, ഫൈൻഡ് ദ ഫോർത്ത് ടേം എന്നാണ് ചോദ്യം. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കാണ്. ഫസ്റ്റ് 7 ടേം, സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എത്രയാണ് വന്നിരിക്കുന്നത്, 84. ഇത് ഏത് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണ്, ഓഡ് നമ്പർ ശ്രേണി അല്ലെങ്കിൽ ഓഡ് നമ്പർ സീക്വൻസ് വെച്ചിട്ടാണ്. 7 എണ്ണത്തിന്റെ 84 ആണ്, 7 എണ്ണത്തിന്റെ 84. അപ്പോൾ നമുക്കറിയാം S is equal to m into n.
മിഡിൽ ടേം 7 എണ്ണം ഉണ്ടെങ്കിൽ മിഡിൽ ടേം ഏതായിരിക്കും 4. x4 അല്ലെ മിഡിൽ ടേം 7 എണ്ണം ഉണ്ടെങ്കിൽ നാലാമത്തവനായിരിക്കും മിഡിൽ ടേം. അപ്പോൾ x4 into n is equal to സം എത്രയാണ് 84. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട് എത്രയാ 7. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 7 is equal to എത്രയാ x4. 70 ൽ 7 10 പ്രാവശ്യമാണെങ്കിൽ 84 എത്ര പ്രാവശ്യം ഉണ്ട് 12 തവണ. എത്രയാണ് 12 തവണ. സോ നാലാമത്തെ ടേം എത്രയാണെന്ന് കിട്ടി 12. ഇത് ഏതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഓഡ് നമ്പർ സീക്വൻസ്. s is equal to n into m. n എന്താ നമ്പർ ഓഫ് ടേംസ്, m എന്താ മിഡിൽ ടേം. മിഡിൽ ടേം ഏതാ 7 ഉണ്ടെങ്കിൽ നാലാമത്തത്. സോ അതാണ് ആ ഒരു ചോദ്യം. അടുത്തത് ഞാൻ അരിത്തമെറ്റിക് സീക്വൻസ് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് 70. അതും കാണുമ്പോൾ അറിയാം ഓഡ് നമ്പർ സീക്വൻസ്. സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് ഈസ് 70 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടൈംസ് ഈസ് 96. അപ്പോൾ ഇത് ഉറപ്പിക്കാം ഓഡും ഈവണും കൂടെ ഒന്നിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്താ 70. അതായത് s5 is equal to n into m. s5 70 ആണ് തന്നിട്ടുണ്ട് സം. നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 5. മിഡിൽ ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട് തന്നിട്ടില്ല, നമുക്കറിയാം 5 ഉണ്ടെങ്കിൽ മിഡിൽ ടേം എത്രയായിരിക്കും x3. എത്രയായിരിക്കും x3. അപ്പോൾ x3 എത്ര വരും 70/5. 70/5 എന്ന് പറഞ്ഞാൽ എത്രയാ 14. സോ മൂന്നാമത്തെ ടേം എത്രയാണെന്ന് കിട്ടി 14. അതുപോലെ തന്നെ 6 പദങ്ങളുടെ തുക 96. നമുക്കറിയാം 1 2 3 4 5 6. ഇത് ഈവൻ നമ്പർ സീക്വൻസ്. ഓഡ് നമ്പറിന്റെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ s is equal to n into m ആയിരിക്കും. 5 എണ്ണം എടുത്താൽ 1 2 3 4 5. ഇവന്റെ സം തുല്യമായിരിക്കും. ഇവന്റെ സം തുല്യമായിരിക്കും. ഇവൻ ഈ നടുക്ക് വരുന്നവൻ ആരാ 14 ആണ് വന്നത്. 14 ന്റെ ഇരട്ടി ആയിരിക്കണം ഏത് 28 ആയിരിക്കും ഇവന്റെ സം. ഇവന്റെ സമ്മും അതിന്റെ ഇരട്ടി ആയിരിക്കും. എത്രയായിരിക്കും 28. അത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 96 ആണ്. ഏത് അതേ സീക്വൻസിന്റെ 6 പദങ്ങളുടെ തുക എത്രയാ 96. അപ്പം നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ പദവും ലാസ്റ്റത്തെ പദത്തിന്റെയും തുക രണ്ടാമത്തേന്റെയും സെക്കൻഡ് ലാസ്റ്റിന്റെയും മൂന്നാമത്തേന്റെയും തേർഡ് ലാസ്റ്റിന്റെയും തുകയ്ക്ക് എന്തായിരിക്കും തുല്യം ആയിരിക്കും. സോ നമുക്കിവിടെ 1 2 മൂന്നാമത്തവനെ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തവൻ എത്രയാ തേർഡ് ടേം 14. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഏതാ 6th ടേമും കണ്ടുപിടിക്കണം, തേർഡ് ടേമും കണ്ടുപിടിക്കണം. 6th ടേമും കണ്ടുപിടിക്കണം, തേർഡ് ടേമും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഈവൻ നമ്പർ സീക്വൻസ് ആണ്. നോക്കിയേ ഇത് രണ്ടും ഒരേ സീക്വൻസ് ആണ്. ആദ്യം ഒരു ഓഡ് നമ്പർ സീക്വൻസ് രീതിയിൽ പറഞ്ഞു s is equal to n വെച്ചിട്ട് നമ്മൾ മൂന്നാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിച്ചു 14. അങ്ങനെയാണെങ്കിൽ ഇനി ഈവൻ നമ്പർ സീക്വൻസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ സം ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് പെയർ ഈസ് ഈക്വൽ ടു സം ഓഫ് എ പെയർ. ഒരു പെയറിന്റെ സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മിനെ നമ്പർ ഓഫ് പേഴ്സ് കൊണ്ട് ഹരിക്കുന്നതിനോട് തുല്യമായിരിക്കും. സം ഓഫ് എ പെയർ അതായത് ഒരു പെയറിന്റെ സം. ടോട്ടൽ സം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് 96. എത്ര അക്കങ്ങളാ 6. 6 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് പേഴ്സ് എത്രയായിരിക്കും 3. 96 എത്ര 3 ഉണ്ട് 9 എത്ര 3 6 എത്ര 3 2. അതായത് ഒരു പെയറിന്റെ തുക എത്രയാ 32. സത്യവാ 32 64 32 96. സോ ഇതാണ് നമ്മുടെ ഓഡിലുള്ള ഇക്വേഷൻ. s is equal to m into n. ഇതാണ് ഈവണിലുള്ള ഇക്വേഷൻ. എന്താണ് സം ഓഫ് എ പെയർ is equal to ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് പെയർ. ടോട്ടൽ സം എത്ര ഇവിടെ തന്നിരിക്കുന്നത് ഈവന്റെ 96. അതുപോലെ നമ്പർ ഓഫ് പെയർ എത്രയാണ് തന്നിരിക്കുന്നത് 3. 96/3 എത്രയാ 32. ചുരുക്കം പറഞ്ഞാൽ ഇവന്റെയും 32, ഇവന്റെയും 32, ഇവന്റെയും 32. 14ന്റെ കൂടെ എത്ര കൂട്ടുന്നതാണ് 32 കിട്ടുന്നത് 18 കൂട്ടുന്നതാണ് എന്ത് 32. 14 18 ആണെന്ത് 32. കോമൺ ഡിഫറൻസ് എത്രയാ 14 18 4. അപ്പൊ ഇതെത്രയാ 10. ഇതെത്രയാ 6. ഇതെത്ര ഒരു 18 കഴിഞ്ഞിട്ട് 22. ഇതെത്രയാ 26. എല്ലാത്തിന്റെയും 32 വരുന്നില്ലേ വരും. 26 6 32. 22 10 32. 14 18 32.
42. സോ സിക്സ്ത് ടേം കണ്ടുപിടിച്ചു. എത്രയാണ്? 26. സിക്സ്ത് ടേം എത്രയാണ്? 26. തേർഡ് ടേം എത്രയാണ്? ഇതിലൂടെ കണ്ടുപിടിച്ചു. എത്രയാ? 14. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം സം ഓഫ് ഓഡ് നമ്പേഴ്സും ഉണ്ട്, സം ഓഫ് ഈവൻ നമ്പേഴ്സും ഉണ്ട്. സം ഓഫ് ഓഡ് നമ്പർ വന്നാൽ s is equal to n into m ഉം സം ഓഫ് ഈവൻ നമ്പർ വന്നാൽ സം ഓഫ് എ പെയർ is equal to ടോട്ടൽ സം ബൈ നമ്പർ ഓഫ് പെയറും ആയിരിക്കും. നമുക്ക് ആറാമത്തെ പദം എത്രയാണെന്ന് കിട്ടി? 26. തേർഡ് ടേം എത്രയാണെന്ന് കിട്ടി? 14. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? 4. സോ ആ ചോദ്യം അത്രേ ഉള്ളൂ. ഇനി അടുത്ത് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 145. ഇതും ഓഡും ഈവനും റിലേറ്റ് ചെയ്തിട്ടുള്ള സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എത്ര? 145. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 145 എന്ന് പറഞ്ഞാൽ s5 is equal to m into n. നമുക്കറിയാം മിഡിൽ ടേം 5 ഉണ്ടെങ്കിൽ ഏതായിരിക്കും? 3. n നമ്പർ ഓഫ് ടേംസ് എത്രയാ? 5 is equal to s5 അല്ലേ? s5 എത്രയാ? 145. So x3 is equal to 145 divided by 5. 14 എത്ര? 5 2 പ്രാവശ്യം. ശിഷ്ടം 4. 45 9. സോ 145 എത്ര പ്രാവശ്യം ഉണ്ട്? 29 തവണ 5 ഉണ്ട്. x3 നടുക്കത്തെ പദം എത്രയാണെന്ന് കിട്ടി? 29. If the common difference of the sequence is 4, 4 എന്നാണെങ്കിൽ 1 2 3 4 5 മൂന്നാമത്തെ അക്കം 29. കോമൺ ഡിഫറൻസ് എത്രയാണെങ്കിൽ? 4 ആണെങ്കിൽ ഇത് എത്രയാ? 25. ഇത് എത്രയാ? 21. 29 4 കൂട്ടുമ്പോൾ എത്രയാ? 33. 33ന്റെ 4 കൂട്ടുമ്പോൾ 37. 37ഉം 1ഉം 38. 38ഉം 20ഉം 58. അതുപോലെ 33ഉം 25 കൂട്ടുമ്പോൾ എത്ര തന്നെയാ? 58. 58ന്റെ പകുതി എത്രയാ? 29. ഈവൻ നമ്പർ ആയിരുന്നെങ്കിൽ എല്ലാത്തിന്റെ എന്ത് വരണം? തുക സെയിം വന്നേനെ. തുക എന്ത് വന്നേനെ? സെയിം വന്നേനെ. സോ നമുക്കിപ്പോ കിട്ടിയത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 5 ടേംസ് ആണുള്ളത്. എത്ര ടേംസ് ആണുള്ളത്? 5 ടേംസ്. അപ്പൊ തന്നെ ഉറപ്പിക്കുക 5 ടേമിനെ 155 ആകുമ്പോൾ s is equal to m into n. m എത്രയാ? m മിഡിൽ ടേം x3, നമ്പർ ഓഫ് ടേം 5, സം 145. അപ്പോൾ x3 എന്ന് പറയുന്നത് 155 ബൈ എത്രയായിരിക്കും? 5 ആയിരിക്കും. അത് എത്രയാ? 29. മിഡിൽ ടേം എത്രയാ? 29. കോമൺ ഡിഫറൻസ് 4 ആണെങ്കിൽ ബാക്കി ടേംസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 29ൽ നിന്ന് 4 വീതം കുറച്ചു, ഇങ്ങോട്ട് 4 വീതം കൂട്ടി. നമുക്കറിയാം ആദ്യത്തെ അവസാനത്തെ സമ്മ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? രണ്ടാമത്തേന്റെയും സെക്കൻഡ് ലാസ്റ്റിന്റെയും സമ്മിനോട് ഈക്വൽ ആയിരിക്കും. പക്ഷെ നടുക്കത്തുള്ള ആളുടെ ഇരട്ടി ആയിരിക്കും എന്ത്? ഇതും കൂട്ടുന്നത്, ഇതും കൂട്ടുന്നത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എത്ര? 38. അവിടെ ഉറപ്പിക്കണ്ട. ഫിഫ്ത് ടേം 38 എന്ന് പറയുമ്പോൾ ഫിഫ്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38. എയ്ത്ത് ടേം ഈസ് 62. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അത് ഭയങ്കര സിമ്പിൾ ആണ്. 2 മാർക്കാ. d is equal to ഫിഫ്ത് ടേം എത്രയാ? 38. എയ്ത്ത് ടേം എത്രയാ? 62. 62 മൈനസ് 38 ഡിവൈഡഡ് ബൈ 8 മൈനസ് 5. 62ൽ നിന്ന് 38 കുറയ്ക്കണം. 38 10 48. 48 10 58. 20 24. 8ൽ 5 കുറച്ചാ 3. 8 3 ആണ് 24. സോ കോമൺ ഡിഫറൻസ് എത്രയാ? 8. ഇത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 72. സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ്. 4 ടേംസ് എന്ന് കാണുമ്പോൾ മനസ്സിലാവും ഈവൻ ടേംസ്. അപ്പോൾ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 72. സം ഓഫ് ദ ഫസ്റ്റ് 9 ടേംസ്. ഇത് എന്താ? ഓഡ് ഈവനും കൂടെ ഒന്നിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫിഫ്ത് ടേം? നോക്കിക്കേ, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 72. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് s9 എത്രയാണ് തന്നിരിക്കുന്നു? 72. നമുക്കറിയാം s is equal to m into n. 72 is equal to മിഡിൽ ടേം ഏതാ? 9 ഉണ്ടെങ്കിൽ മിഡിൽ ടേം 5. x 5 into നമ്പർ ഓഫ് ടേംസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 9. അപ്പൊ അഞ്ചാം പദം എത്രയായിരിക്കും? 72/9. 72ൽ എത്ര 9 ഉണ്ട്? നമുക്കറിയാം 8 പ്രാവശ്യം. അപ്പോ x5 എത്രയാ? 8. അഞ്ചാം പദം 8 അല്ലെ? 72ൽ 9 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. 81 ആവുമ്പോൾ 9 പ്രാവശ്യം. 90 ആവുമ്പോൾ 10. അപ്പൊ 8 പ്രാവശ്യം. ഇനി അടുത്തത് ഫിഫ്ത് ടേം കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 5 പദങ്ങളുടെ തുക കണ്ടെത്തണം.
5 പദങ്ങളുടെ തുക കണ്ടെത്തണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഒക്കെ വേണം. അതിനാണ് അവർ അടുത്ത ക്ലൂ വന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. 4 ടേമിന്റെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് 72. എത്രയാണെന്ന് തന്നിട്ടുണ്ട് 72 എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 4 ടേമിന്റെ തുക 72. അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് 9 ടേം 1 2 3 4 5 6 7 8 9. ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയെന്ന് തന്നിരിക്കുന്നുണ്ട്. ഫസ്റ്റ് 4 ടൈമിന്റെ എത്ര 72. അത് കഴിഞ്ഞിട്ട് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് എത്രയാ 72. ഫസ്റ്റ് 4 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസിന്റെ സം 72. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എന്താ തന്നെയാണ് 72 തന്നെയാണ്. നമുക്ക് x5 എത്രയാണെന്ന് കിട്ടി. x5 8 എന്ന് കിട്ടി. എത്രയാണെന്ന് കിട്ടിയത് 8. x5 ഞാൻ 8 തെറ്റിപ്പോയി അല്ലേ. 8 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് 8 1 2 3 4 5 പദം 8 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇത് 8 ആണ് കിട്ടിയെങ്കിൽ ഇത് കൂട്ടുന്നത് 16 ആയിരിക്കണം. ഇത് കൂട്ടുന്നത് 16 ആയിരിക്കണം. ഇത് കൂട്ടുന്നത് 16 ആയിരിക്കണം. ഇത് കൂട്ടുന്നത് എന്തായിരിക്കണം 16 ആയിരിക്കണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നടുക്കത്തുള്ള പദത്തിന്റെ ഇരട്ടി ആയിരിക്കണം അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. മാത്രമല്ല ഇത് 4 കൂട്ടുമ്പോൾ എന്തും വരണം 72 വരണം. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടി നോക്കിക്കേ. ഈ 72 4 ടേം, ഈ 4 ടേമിന്റെ കൂടെ നമ്മൾ ഈ 8 കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു 5 ടേമിന്റെ തുക കിട്ടുന്നു. അപ്പൊ ആ 5 ടേമിന്റെ തുക എത്രയാണെന്ന് നമുക്ക് കിട്ടി. 72 പ്ലസ് 8 എത്രയാ 80. 72 പ്ലസ് 8 എത്രയാ 80. ഒന്നും കൂടെ പറഞ്ഞു തരാം. നോക്കിക്കേ, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 72. 4 72 ആണ്. അത് കഴിഞ്ഞിട്ട് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് 72. 9 ടേംസിന്റെ 72ൽ നിന്ന് നമ്മൾ 5 പദം കണ്ടെത്തി. എത്രയാണ് 8 ആണ്. ഇത്രയും ക്വസ്റ്റ്യനിൽ ഇതേ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളവരുടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് 72. 72ന്റെ കൂടെ ഈ 5 കൂടെ കൂട്ടുമ്പോൾ എത്രയാ 5 പദം 8. അപ്പൊ 72 8 എത്രയാ 80. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയായിരിക്കും 80. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 80 ആണെങ്കിൽ നമുക്കറിയാം x3 കണ്ടുപിടിക്കാൻ പറ്റും. ഏത് കണ്ടുപിടിക്കാൻ പറ്റും x3. കാരണം x5 എത്രയാണ് ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു 80. എത്രയാണ് തന്നിരിക്കുന്നു 80. നമുക്കറിയാം s is equal to m into n. 5 പദങ്ങളാണെങ്കിൽ മിഡിൽ ടേം എത്രയായിരിക്കും x3 into number of terms is equal to 72 ഉം 8 എത്രയാ 80. x3 എന്ന് പറയുന്നത് എത്ര നമ്പർ വന്നിരിക്കുന്നത് 5 പദങ്ങൾ. സോ x3 എന്ന് പറയുന്നത് 80/5. 80ൽ 5 എത്ര പ്രാവശ്യം 8ൽ 1 പ്രാവശ്യം 30ൽ 6 5 30 16. സോ നമുക്ക് x3 എത്രയാണെന്ന് കിട്ടി 1 2 3. ഇത് എത്രയാണെന്ന് കിട്ടി 16. നോക്കുക, x3 16 എന്നും x5 8 എന്നും കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടുക എത്രയാ 16 മൈനസ് 8 ഡിവൈഡഡ് ബൈ 3 മൈനസ് 5. കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ് കാണുമ്പോഴേ അറിയാം. 16 8 കുറച്ച 8, 3 5 കുറച്ച -2, 8/2 4. അപ്പൊ മൈനസ് ഉള്ളതുകൊണ്ട് -4. അപ്പൊ 8 ന്ന് 4 കുറച്ച അല്ല ഇങ്ങോട്ട് വരുമ്പോ കൂടി വരണം അല്ല മൈനസ് അല്ലേ. അതുകൊണ്ട് ഇവിടെ എത്രയാ 12 16 ഇതോ 20 ഇത് ഏതാ 24. അപ്പൊ ഇത് ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോ കുറഞ്ഞു വരുന്ന സീക്വൻസ് ആയി 24 20 16 12 8. അടുത്ത ഏതാ 4 8 4 0 -4 -8. അപ്പൊ നമ്മള് കണ്ടുപിടിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കിയേ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക എത്രയാണ് തന്നു 72. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് ഓൾസോ. ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്ര തന്നെയാണ് 72 തന്നെയാണ്. 72 തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നോക്കിയേ, സത്യത്തെ എഫക്റ്റീവ്ലി ഈ 4 എണ്ണത്തിന്റെ അല്ലേ നമുക്ക് എന്തെന്ന് കിട്ടിയ 72. ബാക്കിയുള്ളത് നോക്കിയേ 8 ഉം -8 ഉം 0 ആയി പോകും.
4 മൈനസ് 4 0 ആയിട്ട് പോകും. അപ്പൊ അത് കൂട്ടുമ്പോ എന്തില്ല, അവിടെ സം 0 ആണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 4 പദങ്ങളുടെ 72 അടുത്ത 9 പദങ്ങളുടെ 72 എന്ന് ക്വസ്റ്റ്യൻ വരാൻ കാരണമായത്. അപ്പൊ ഫിഫ്ത് ടൈം ഓഫ് ദ സീക്വൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് 9 പദങ്ങളുടെ എത്രയാണ് തന്നിട്ടുണ്ട്, 72. 9 പദങ്ങളുടെ 72 നമ്മൾ s mn ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അഞ്ചാം പദം എത്രയാണ് കണ്ടുപിടിച്ചു, 8. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ് ചോദ്യം. നോക്കിയേ, ആദ്യത്തെ 4 പദങ്ങളുടെ 72, അഞ്ചാം പദം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 8 ആണ് കണ്ടുപിടിച്ചു. 72 8 എത്രയാ, 80. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര വരും, 80. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 80 വന്നാൽ x5 വരെയുള്ള x1 തൊട്ട് x5 വരെയുള്ളത് എത്രയാണെന്ന് കിട്ടി, 80. അതായത് 5 അക്കം ഓടാണെങ്കിൽ തേർഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5 എന്ന് പറയുന്ന ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ s n ഉപയോഗിച്ച് നമുക്ക് തേർഡ് ടൈം കണ്ടുപിടിക്കാം. അത് എത്രയാ, 16. തേർഡ് ടൈം 16 എന്നും കിട്ടി, ഫിഫ്ത് ടൈം 8 എന്നും കിട്ടി. നമ്മൾ കോമൺ ഡിഫറൻസ് നേരെ കണ്ടുപിടിച്ചു, -4 സീക്വൻസും എഴുതി. ഇത്രയാണ് ഈ ചോദ്യം. ഇതൊരു നല്ല ചോദ്യമാണ്, കാരണം സമ്മിന്റെ അകത്ത് തന്നെ ഓടും ചോദിച്ചിട്ടുണ്ട്, ഈവണും ചോദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് an arithmetic sequence is 140. അത് ഏത് റിലേറ്റഡ് തന്നെയാണ്, ഓഡ് നമ്പർ. s is equal to m into n. s എത്രയാ, 140. of an arithmetic sequence is 140. m എത്രയാ, m മിഡിൽ ടേം 4. 7 എണ്ണം വരുമ്പോൾ മിഡിൽ ടേം ഏതാ, x4 into number of ടേം എത്രയാ, 7. അങ്ങനെയാണെങ്കിൽ x4 എത്രയാണ്, അവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് 140 ഡിവൈഡഡ് ബൈ എത്രയാ, 20. അതായത് x4 എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 20. x4 എത്രയാണെന്ന് കണ്ടുപിടിച്ചു, 20. സോ ഫസ്റ്റ് 7 ടൈംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 140 എന്ന് തന്നത് ഓടാണെന്ന് മനസ്സിലാക്കി. ഓടാണെന്ന് കിട്ടിയാൽ 7ന്റെ നടുക്ക് വരുന്ന ഏതാ, നാലാമത്തെ പദം. അത് എത്രയാ, 20 ആണെന്ന് മനസ്സിലാക്കി. അടുത്ത സം ഓഫ് ഫസ്റ്റ് 11 ടൈംസ് ഓഫ് സെയിം അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 440. അവിടെ നിന്ന് നമുക്ക് s എന്ത് ഉപയോഗിക്കാം, m into n ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്ത സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. സം ഓഫ് 11 ടൈം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 440. 11 ടൈമിന്റെ നടുക്കത്തെ ടൈം ഏതായിരിക്കും, 6. ഏതായിരിക്കും, 6. s6. മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് എത്രയാണ് ഇരിക്കുന്നത്, 11. അതിന്റെ സം എത്ര, 440. അപ്പൊ s6 എത്ര കിട്ടും, 440 ബൈ 11. 11 11 ഒരു പ്രാവശ്യം, 44 4 പ്രാവശ്യം, സോ 40. s6 40ഉം x4 എത്രയെന്ന് കിട്ടി, 20. നമ്മളോട് വാട്ട് ഈസ് ദ ഫോർത്ത് ടൈം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്, ഫോർത്ത് ടൈം നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ സിക്സ്ത് ടൈമും കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ സിക്സ്ത് ടൈം. എയും ബിയും കണ്ടുപിടിച്ചു. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്, s6 എത്രയാണെന്ന് കിട്ടി, അല്ലെങ്കിൽ സോറി x6 എത്രയാണെന്ന് കിട്ടി, 40. അതുപോലെ തന്നെ x4 എത്രയാണെന്ന് കിട്ടി, 20. നമുക്കറിയാം ടൈം ഡിഫറൻസ് d is equal to ടൈം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈം ഡിഫറൻസ് 40 - 20 ഡിവൈഡ് ബൈ 6 - 4. 40 ന് 20 കുറച്ചാൽ 20 ബൈ 6 - 4 2. 20 ബൈ 2 എത്രയാ, 10. കോമൺ ഡിഫറൻസ് എത്രയാ, 10. ഫൈൻഡ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഏത് ഉപയോഗിക്കാം, xn is equal to f plus n minus 1 into d. ഫസ്റ്റ് ടൈം ഏതാ തന്നിട്ടില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന 40 ഉപയോഗിക്കാം. നമുക്ക് ഇപ്പം വേണ്ടത് ഏത് ടൈമാ, ഫസ്റ്റ് ടൈം 1. നമുക്കറിയാം ഫസ്റ്റ് ടൈം ഉപയോഗിച്ചാലേ ഇവിടെ 1 ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച 40. അപ്പൊ ഏത് ഉപയോഗിക്കണം, 6. കോമൺ ഡിഫറൻസ് എത്രയാ, 10. സോ 40 പ്ലസ് 1 ൽ 4 കുറച്ച് എത്രയാ, -5 × 10. -5 × 10 -50. 40 പ്ലസ് -50 ആൻസർ എത്രയാ, -10. കോമൺ ഡിഫറൻസ് എത്രയാവുന്ന 10. അപ്പൊ നമ്മുടെ ടേംസ് ഏതൊക്കെയായിരിക്കും, -10, 0, 10, 20, 30, 40 എക്സെട്ര. നമ്മളോട് ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്ന എത്ര ടേംസിന്റെയാ, ഫസ്റ്റ് സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. കിട്ടുമെന്ന് നോക്കാം. 7 ടൈംസ് അല്ലേ, 1 2 3 4 5 6 7. 140 കിട്ടണം. 1 2 3 4 5 6 7. -10 0, -10 തന്നെ. -10 10 വെട്ടിപ്പോയി. 20 10 സോറി 20 30 50.
50 100 140 തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പൊ ഇത് ഏത് ടേംസിന്റെ വെച്ചിട്ടാ? ഓഡ് നമ്പർ സീക്വൻസിന്റെ വെച്ചിട്ട്. ഏതാ ഫോർമുല? S = n × m. S = n × m. അടുത്തത് there are 20 terms in an arithmetic sequence of first. There are 20 terms in an arithmetic sequence. ഒരു arithmetic sequenceൽ എത്ര ടേംസ് ഉണ്ട്? 20 ടേംസുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ sum of the first and last terms is 88. 20 എന്ന് പറഞ്ഞാൽ ഓഡോ ഈവണോ? ഓഡോ ഈവൺ. It is even ആണെങ്കിൽ പ്രത്യേകത sum of a pair is equal to total sum by number of pair. ഇവര് ആ ഒരു പെയറിന്റെ സമ്മം തന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തേവന്റെയും ഫസ്റ്റിന്റെയും ലാസ്റ്റിന്റെയും, അതായത് 20ാമത്തെ ആളുടെയും കൂടെ സമ്മം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 88. വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 19? അതും എത്ര തന്നെയായിരിക്കും? 88. കാരണം നമുക്കറിയാം ഈവൻ നമ്പർ സീക്വൻസിൽ ഫസ്റ്റിന്റെയും ലാസ്റ്റിന്റെയും സെക്കൻഡിന്റെയും സെക്കൻഡ് ലാസ്റ്റിന്റെയും തേർഡിന്റെയും തേർഡ് ലാസ്റ്റിന്റെയും എല്ലാത്തിന്റെയും സമ്മം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എല്ലാത്തിന്റെയും സമ്മം എന്തായിരിക്കും? സെയിം. 88 തന്നെയായിരിക്കും. ഈ ഒരു ചോദ്യത്തിൽ എത്ര തന്നെയായിരിക്കും? 88 തന്നെയായിരിക്കും. നമുക്കറിയാം എന്താ? ആദ്യത്തെ അവസാനത്തെയും സെക്കൻഡിന്റെയും സെക്കൻഡ് ലാസ്റ്റിന്റെയും എല്ലാത്തിന്റെയും സമ്മം എന്തായിരിക്കും? സെയിം ആയിരിക്കും. If the 10th term is 42, what is the 11th term? നമുക്കറിയാം അങ്ങനെ പോകുമ്പോൾ ആദ്യത്തെയും അവസാനത്തെയും സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും തേർഡും തേർഡ് ലാസ്റ്റും അങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് ടേംസ് ആണ് ഏതൊക്കെ? 10th-ഉം 11th-ഉം. അത് കൂട്ടുന്നത് എത്ര തന്നെയായിരിക്കും? 88 തന്നെയായിരിക്കും. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുക if the 10th term is 42, 10th term എത്രയാ? 42 ആണെങ്കിൽ 11th term എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 11th term എത്രയായിരിക്കും? 88 മൈനസ് 42. 88 ന്ന് 42 കുറച്ചാൽ എത്രയാ? 88 ന്ന് 40 കുറച്ചാൽ 48. 48 ന്ന് 2 കുറഞ്ഞാൽ 46. ചുരുക്കം പറഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ അവസാനത്തെ 88 ആയിരിക്കും, സെക്കൻഡ് ലാസ്റ്റ് 88 ആയിരിക്കും, തേർഡ് ലാസ്റ്റ് 88 ആയിരിക്കും, ഫോർത്ത് ലാസ്റ്റും 88 ആയിരിക്കും. അങ്ങനെ എല്ലാം എന്തായിരിക്കും? 88 ആയിരിക്കും. അങ്ങനെ എല്ലാം 88 ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 10ാമത്തെയും 11ാമത്തെയും എന്ത് സമ്മും 88 തന്നെയായിരിക്കും. സോ 10th ടൈം 42 ആണെങ്കിൽ 11th ടൈം എത്രയായിരിക്കും? 46. What is the common difference of the sequence? What is the first term? Common difference കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ കിട്ടി 10ാം പദം 42ഉം 11ാം പദം 46. So D is equal to 46 minus 42 divided by 11 minus 10. 46 ൽ 42 കുറച്ചാൽ എത്രയാ? 46 minus 42 4. 11 minus 10 1. Common difference എത്രയാ? Common difference 4. ഇനി what is the first term എന്നാണ് ചോദ്യം. First term x1 is equal to f plus n minus 1 into b. First term നമുക്ക് അറിയില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം ഏതായിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ 42 കണ്ടുപിടിക്കേണ്ട പദം 1ാം പദം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്നിന്റെ അവിടെ എന്തിട്ട് കൊടുക്കണം? 1. ഫസ്റ്റ് ടൈം തന്നെയാണ് 1ാം പദം തന്നെയാണ് യൂസ് ചെയ്തെങ്കിലാണ് ഇവിടെ എന്ത് ഇടേണ്ടത്? 1 ഇടേണ്ടത്. നമ്മൾ ഉപയോഗിച്ചത് 42 എന്ന് പറയുന്ന ടൈം. അത് എത്രാം പദമാ? 10. അത് എത്രാം പദമാ? 10 ഇൻറ്റു ഡി. ഡി എത്രയാ? കോമൺ ഡിഫറൻസ് 4 is equal to 42 plus 1 ന്ന് 10 കുറച്ചാൽ മൈനസ് 9 ഇൻറ്റു 4. 42 9 4 9 27 36. ആൻസർ ഈസ് ഫസ്റ്റ് ടൈം ഏതാ? 6. ഫസ്റ്റ് ടൈം ഏതാ? 6. Of the first and 21st terms of arithmetic sequence is 140. So 21 എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം ഓഡ് നമ്പർ സീക്വൻസ് ആണ്. ഈ ഓഡ് നമ്പർ സീക്വൻസിനൊക്കെ പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ അവസാനത്തെ ഈക്വൽ, രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ഈക്വൽ. പക്ഷെ അങ്ങനെ പോയി നടുക്കൊരു പദം വരും. നടുക്കുള്ള പദം ഈ ആദ്യത്തെ അവസാനത്തെയൊക്കെ കൂട്ടുന്നതിന്റെ എന്തായിരിക്കും? പകുതി ആയിരിക്കും. പകുതി. അപ്പോ 1 മുതൽ 21 വരെയുള്ള പദങ്ങൾ ഉള്ളെങ്കിൽ അതിന്റെ നടുക്ക് പദം എത്രയാണ് വരുന്നത്? 11 ആയിരിക്കും. 21 പദമാണ് മൊത്തം ഉള്ളതെങ്കിൽ നടുക്ക് പദം ഏതായിരിക്കും? 11. നടുക്ക് പദത്തിന്റെ ഒരു ആ വാല്യൂ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോ 1 2 3 4 5 ഇതൊരു 1 2 3 4 5 ടേംസ് ആണ്. ഓഡ് നമ്പർ ആണ്. 5 1 എത്രയാ? 6. 4 2 എത്രയാ? 6. അതിന്റെ പകുതി ആയിരിക്കും എന്ത്? നടുക്ക് വരുന്നത് 3.
അതുപോലെ തന്നെ 21 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ്. അതിന്റെ നടുക്ക് വരുന്ന x11 ആണ്. x11 എത്രയായിരിക്കും? 140ന്റെ എന്ത് ചെയ്താൽ മതി? പകുതി. എത്രയാണ്? 70 ആയിരിക്കും. 70 ആയിരിക്കും. x11 കിട്ടി. ഇനി റൈറ്റ് ദ സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഈസ് 10. ഫസ്റ്റ് ടേം എത്രയാണെന്ന് കിട്ടി? ഫസ്റ്റ് ടേം അവര് തന്നിട്ടുണ്ട് 10. 11ാം പദം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 11ാം പദം നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ച് 70. കോമൺ ഡിഫറൻസ് എന്ത് വരും? 70 മൈനസ് 10 ഡിവൈഡഡ് ബൈ 11 മൈനസ് 1. 70 ന്ന് 10 കുറച്ച് എത്രയാ? 60 ബൈ 10. ഇവിടെ 1 ആണ് അല്ലേ? ഇവിടെ 1 ആണ്. 11 മൈനസ് 1 10. 60 ബൈ 10 എത്രയാ? 6. 60 ബൈ 10 6. സോ ഫസ്റ്റ് ടൈം 10 എന്ന് തന്നിട്ടുണ്ട്. 11ാം പദം 7 എന്നും 70 എന്നും തന്നിട്ടുണ്ട്. തന്നതല്ല, 11ാം പദം 70 നമ്മൾ കണ്ടെത്തിയതാണ്. സോ d എന്ന് പറയുന്നത് 70 മൈനസ് 10 ഡിവൈഡ് ബൈ 11 മൈനസ് 1. 70 ന്ന് 10 കുറച്ച് 60, 11 ന്ന് 1 കുറച്ച 10. 60 ബൈ 6 എത്രയാ? 60 ബൈ 10 എത്രയാ? 6. സോ സീക്വൻസ് ഏതൊക്കെ വരും? സീക്വൻസ് ഒന്നാമത്തെ പദം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 10. അടുത്ത ഏത് വരും? 16. അടുത്ത ഏത് വരും? 22 എക്സെട്ര. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈംസ് ഓഫ് ദി സീക്വൻസ്. അടുത്ത ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈംസ് ഓഫ് ദി സീക്വൻസ് 2025. നോക്കിക്കോ, നമ്മളോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്ന കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടൈംസ് ഓഫ് ദി സീക്വൻസ്. നമുക്ക് കിട്ടിയ സീക്വൻസിന്റെ 11 പദങ്ങളുടെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. 11 ടേമിന്റെ x s11 is equal to, വേണമെങ്കിൽ നമുക്ക് 11ാം പദം കണ്ടെത്താം. എന്നിട്ട് ഏത് ഉപയോഗിക്കാം? s is equal to n/2 into x1 plus xn ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? s11 is equal to n/2 into 2f plus n minus 1 into d. n എത്രയാ? 11/2 into 2 into 10. ഫസ്റ്റ് ടൈം എത്രയാ? 10 പ്ലസ് കണ്ടുപിടിക്കുന്ന എണ്ണം 11 മൈനസ് 1 into കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 6. സോ 11/2 into 2 into 10 20. 11 ൽ 1 കുറച്ച 10 into 6. 10 into 6 60. 60 20 80. 80 into 11/2 ആണ്. ഇത് വെട്ടിക്കളയുമ്പോൾ 40 ആവും. 40 into 11 440. 440 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 11 ടൈംസ് ഓഫ് ദ സീക്വൻസ് 2025 എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 20 25 30. അതിന്റെ സം കണ്ടുപിടിക്കാൻ 11 ടൈമിന്റെ സം കണ്ടുപിടിക്കാൻ s11 is equal to n/2 into 2f plus n minus 1 into d. n എത്രയാ? 11 by 2. 2f എത്രയാ? 2 into 20 plus 2 into 20 plus n എത്രയാ? 11 minus 1 into common difference എത്രയാ? 5. so 11/2 into 40 plus 11 minus 1 എത്രയാ? 10. 10 into 5 50. 40 9 90. 90ന്റെ 90 into 11/2 രണ്ടും ഇത് വെട്ടുമ്പോൾ 45. 45ഉം 450 പ്ലസ് 45 അപ്പൊ 495 എന്ന് കിട്ടും. സോ ഇത്രയും ചെയ്താൽ നമുക്ക് അതിന്റെ സമ്മ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സം ഓഫ് 8th ടൈം ആൻഡ് 19th ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 125. എട്ടാമത്തെ പദം 19ാമത്തെ പദത്തിന് 125. സം ഓഫ് 7th ആൻഡ് 20th ടൈംസ് ആയിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക ഈവൻ നമ്പർ സീക്വൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ സംശയമുള്ള എന്ത് നോക്കുക? വെച്ചോ 8 9 10 11 12 13 14 15 16 17 18 19. ഇത് എട്ടാം പദം. ഇത് എട്ടാം പദം 19ാം പദം. അങ്ങനെ 8ന്റെയും എത്രയായി? 19ന്റെയും തുല്യമായിരിക്കും. അടുത്ത ഇതിലേക്കായിരിക്കും 9ന്റെയും 18ന്റെയും ഇതിന്റെയും. സോ ദിസ് ഈസ് ആൻ ഈവൻ നമ്പർ സീക്വൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ അത് ചോദിച്ചിരിക്കുന്നത് 8ന്റെ തൊട്ടുമുള്ള 7ാം പദത്തിന്റെയും 19ന് ശേഷമുള്ള ഈവന്റെയും എത്രയാണ്? അത് എത്ര തന്നെയായിരിക്കും? 125 തന്നെയായിരിക്കും. ഇതുകൊണ്ട് ഈവൻ നമ്പർ സീക്വൻസ് ആയതുകൊണ്ട് എല്ലാ നമ്പേഴ്സിന്റെയും ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എല്ലാത്തിന്റെയും സമ്മ് തുല്യമായിരിക്കും. നമുക്ക് 8ാം പദവും 19ാം പദത്തിന്റെയും 125 തന്നിട്ടുണ്ട്. അതുകൊണ്ട് 7ാം പദത്തിന്റെയും 20ാം പദത്തിന്റെയും തന്നെയായിരിക്കും 125 തന്നെയായിരിക്കും. ഇനി അടുത്ത് ഇഫ് 6th ടൈം 4 നോക്കിയാൽ 7ന് 8 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 6ാം പദവും അപ്പോൾ താഴെ വേണ്ട 19 കഴിഞ്ഞ് 20 കഴിഞ്ഞ് ആരോടെ വേണ്ട 21 വേണ്ട 6 21. അതുകൊണ്ട് ഞാൻ 6 21 ചോദിക്കുന്നു. 6 21 കൂടുമ്പോൾ എത്ര തന്നെ വരാവുള്ളൂ? 6th പ്ലസ് 21st കൂടുമ്പോൾ എത്ര തന്നെ വരാവുള്ളൂ? 125 തന്നെ. 6ാം പദം എത്രയാണ്? 40 ആണെങ്കിൽ 21ാം പദം എത്രയാണ് ചോദ്യം. അപ്പൊ 21ാം പദം കിട്ടണമെങ്കിൽ 21st ടേം കിട്ടണമെങ്കിൽ 125 എന്ത് കുറച്ചാൽ മതി? 40 കുറച്ചാൽ മതി. എത്രയാണ്? 85. എത്രയാണ്? 85.
ഇനി അടുത്തത് നമ്മളുള്ള ചോദ്യം ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 26 ടേംസ് എന്നാണ്. ഈ ഒരു ശ്രേണിയുടെ ആദ്യത്തെ 26 പദങ്ങളുടെ തുക എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആണ്. നമുക്ക് ആറാമത്തെ പദം എത്ര കിട്ടി? 6th ടേം 40. അതുപോലെ 21st ടേം എത്ര കിട്ടി? 85. കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? D is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 85 minus 40 divided by 85 ഏത് ടേമാ? 21 minus 6th ടേം എത്രയാ? 40 എന്ന് പറയുന്നത് എത്ര ടേമാ? 6th ടേം. 85 നിന്ന് 40 കുറച്ചാൽ എത്രയാ? 45. 21 നിന്ന് 6 കുറച്ചാൽ എത്രയാ? 15. സോ 45 എത്ര? 15. 3. ആൻസർ എത്ര? 3. എങ്ങനെ കിട്ടിയത്? നമുക്ക് 6 പദം 21 പദത്തിന്റെ സമം എത്രയാണെന്ന് അറിയാൻ 125. 6 പദം തന്നു 40. അപ്പോൾ ഉറപ്പായിട്ടും 21 പദം എത്രയായിരിക്കും? 85. അതിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചത് 3. ഇനി ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഏത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടൈം x1 is equal to f plus n minus 1 into d. f എത്രയായിട്ട് ഉപയോഗിക്കാം? നമുക്ക് തന്നിരിക്കുന്ന പദമായിട്ട് ഉപയോഗിക്കാം. ഏതാ തന്നിരിക്കുന്ന പദം? 40. 40 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട് ഉപയോഗിക്കാം. അതായത് f ന് പകരം നമുക്ക് ഉപയോഗിക്കാം ഏതാ? n കണ്ടുപിടിക്കേണ്ട ഒന്നാം പദം. ഈ ഫസ്റ്റ് ടൈം നമ്മൾ ഉപയോഗിച്ചാണ് ഒന്നിട്ടുള്ളത്. നമ്മൾ 40 ആണ് ഉപയോഗിച്ചത്. 40 എത്ര പദം? 6. അപ്പോൾ 1 minus 6 into കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് ഈ ചോദ്യത്തിൽ എത്ര? 3. സോ 40 പ്ലസ് 1 4 എത്ര? -5 3 -15 പ്ലസ് 40. -15 40 എത്ര? 40 ന് 15 കുറച്ചാൽ 25. 25 ആണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ത് വരും? 28. തേർഡ് ടൈം എന്ത് വരും? ഫസ്റ്റ് ടൈം 25, സെക്കൻഡ് ടൈം 28, തേർഡ് ടൈം 31 അങ്ങനെ പോകും. 25 28 31. ഇനി നമ്മളോട് ചോദിക്കാൻ സം ഓഫ് ഫസ്റ്റ് 26 ടൈംസ് ആണ്. S 26 equal to 26 by 2 into n by 2 into 2 into f എത്ര? 2f 2 into 25 plus n minus 1 into d. n എത്ര? 26 minus 1 into കോമൺ ഡിഫറൻസ് എത്ര? 3. 26 വരെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. 13. 2 into 25 50. 25 into 25 3 എത്ര? 75. എന്തിനാണ് 13 into 50 75 125. 13 into 125 ചെയ്താൽ നമ്മളുടെ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം സം ഓഫ് ദ 8th and 19th terms of an arithmetic sequence is 125. സം ഓഫ് ദ 8th and 19th terms of an arithmetic sequence എത്ര? 125. 8 19 അത് ചെയ്തതല്ലേ. അടുത്ത ചോദ്യം സം ഓഫ് ഫസ്റ്റ് 31 terms of an arithmetic sequence is 620. കാണുന്നത് ഏതാ? ഓർഡർ ചെയ്യണം. ഓഡ് നമ്പർ സീക്വൻസ് s is equal to m into n. s എത്ര? 620. മിഡിൽ ടൈം എത്രയായിരിക്കും? ഉറപ്പായിട്ടും 16. ഇനി നമ്പർ ഓഫ് ടൈംസ് എത്ര? 31. അപ്പോൾ 620 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ മിഡിൽ ടൈം ആയിട്ടുള്ള ഏത് കിട്ടും? x 16 കിട്ടും. 62 എത്ര? 31 2 20 ആണ് x 16. x 16 എത്ര വേണ്ടി? 20. അങ്ങനെയാണെങ്കിൽ 16ാം പദം എത്രയാണ് വേണ്ടത്? 20. അത് ചോദിച്ചിരിക്കുന്ന 15ാമത്തെ പദത്തിന്റെയും 17ാമത്തെ പദത്തിന്റെയും സമയത്ത് നമുക്കറിയാം നടുക്കുള്ള ടൈം അത് ഓഡ് നമ്പർ സീക്വൻസ് ആണെങ്കിൽ നടുക്കുള്ള ടൈം വരുന്നുള്ളൂ. ആ നടുക്കുള്ള ടൈം ഇരട്ടിയായിരിക്കും ഓഡ് നമ്പർ സീക്വൻസ് എന്ന് അപ്പുറത്തേക്ക് പറ്റുള്ളൂ. അപ്പോൾ 15 17 കൂടെ കൂട്ടുന്നത് എത്രയായിരിക്കും? 20 ആണെങ്കിൽ എത്രയായിരിക്കും? 40 ആയിരിക്കും. എത്രയായിരിക്കും? 15 17 സമം 40. നമുക്കറിയാം ഈവൻ നമ്പർ സീക്വൻസ് ആണെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് എല്ലാം സമം തുല്യമാകുമ്പോൾ പക്ഷേ ഓഡ് നമ്പറിൽ ഫസ്റ്റും ലാസ്റ്റും സെയിം സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് സെയിം തേർഡ് ലാസ്റ്റ് ഒക്കെ സെയിം. പക്ഷേ നടുക്കുള്ളതിന്റെ ഇരട്ടിയായിരിക്കും അതിന്റെ സൈഡിലുള്ളത് അല്ലെ. അതുകൊണ്ട് സൈഡിലുള്ളത് എന്താവണം? 20 ഇരട്ടിയാണ്. എത്രയാണ്? 40. എത്രയാണ്? 40. അപ്പോൾ നമുക്ക് 16 ടൈം കിട്ടി. 16 20 ആണ് കിട്ടിയിട്ടുണ്ട്. 16 20 ആണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 15 17 തുക എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 40 ആണെന്നും കിട്ടിയിട്ടുണ്ട്. സി നോക്കി പറഞ്ഞ സമയം ഫസ്റ്റ് ആൻഡ് 31st ടേംസ് ആയിരുന്നു. ഇതുപോലെ പോകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഫോർവേഡ് പോകുമ്പോൾ ഇത് ഓഡ് നമ്പർ സീക്വൻസ് ആണ്. ഇതാണ് 16. അപ്പോൾ ആദ്യത്തെ അവസാനത്തെ തുക എങ്ങനെയായിരിക്കും? 40 തന്നെയായിരിക്കും. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റിന്റെയും 31st ഫസ്റ്റിന്റെയും 31st നടുക്കുള്ള ഏതാ? 16ാമത്തെ അല്ലേ? 16ാമത്തെ ഏതാ അക്കം? 40. സോറി 40 ആണോ? 20. ഇവന്റെ ഇരട്ടിയായിരിക്കും ഇതിന്റെ സമയം. ഇവൻ അതാണ് എത്ര? 40. എത്രയായിരിക്കും? 40. നോക്കി ഇതിൽ പാറ്റേൺ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വരുന്നതാണ്. 1 ഫസ്റ്റ് ലൈൻ 2 3 4 5 6 7 8 9 10. റൈറ്റ് ഫിഫ്ത്ത് ലൈൻ ഓഫ് ദിസ് പാറ്റേൺ 1 2 3 4 അഞ്ചാമത്തെ പാറ്റേൺ ഏതായിരിക്കും? ഇവിടെ ഏതായിരിക്കും? 11 12 13 14 15. അപ്പോൾ ഈ അടുത്ത ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ 10th ലൈൻ? ഒന്നാം ലൈൻ ഓർമ്മ, രണ്ടാം ലൈൻ കണ്ടോ? ഒന്നാം ലൈൻ 3 4 5 അങ്ങനെ 2 ലൈൻ എത്രയായിരിക്കും? 10. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ 10th ലൈൻ ഓൾ ടുഗദർ? 10th ലൈനിൽ 10th ലൈനിൽ എത്ര പദങ്ങളാണ്? 10 പദങ്ങളാണ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗദർ? ഒന്നാമത്തെ ലൈൻ തൊട്ട് 10ാമത്തെ ലൈനിൽ എത്ര എണ്ണം ടോട്ടൽ അക്കമുണ്ട്? ഒന്നാമത്തെ എത്ര ടോ? 1, രണ്ടാമത്തെ 2, മൂന്നാമത്തെ 3, നാലാമത്തെ 4, അഞ്ചാമത്തെ 5 അങ്ങനെ പോയി 10ാമത്തെ എത്ര? 10 എണ്ണം അല്ലേ? 1 + 2 + h to 10 വരെ നമുക്കറിയാം. ഇതിന്റെ സമ്മേളനം എത്തിയതാണ്. സമ്മേളനം xn = n / 2 into x1 + xn. എത്ര എണ്ണം ഉള്ളത്? 10. സോ 10/2 into x1 എത്രയാ? 1. xn എത്രയാ? 10. 10 1 11. 11 into 10/2 110 ന്റെ പകുതി എത്രയാ? 55. സോ 55 10 ആണെങ്കിൽ പകുതി എടുക്കാം. 10 ന്റെ പകുതി എടുത്താൽ എന്ത് വരും? 5. 11 into 5 എത്രയാ? 55. സോ നമുക്ക് ഇതിന് ആൻസർ കിട്ടി. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗദർ? എത്ര വരും? 55. എത്ര വരും? 55 എന്ന് വരും. അതായത് ഈ 55 എന്ന് പറയുന്നത് സത്യത്തിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഏതിന്റെ അവസാനത്തെ നമ്പർ കൂടിയാ? 10ാമത്തെ ലൈനിലെ അവസാനത്തെ നമ്പർ കൂടിയാണ് ഇത് 55. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഓഫ് 11th ലൈൻ? 10ാമത്തെ ലൈനിന്റെ അവസാനത്തെ അക്കം ഏതാണ് വരുന്നത്? 55. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പറിന്റെ 11th ലൈൻ എത്രയായിരിക്കും? 56 ആയിരിക്കും. എത്രയായിരിക്കും? 56.